പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ ആഴത്തിൽ ധ്യാനിക്കുന്ന വലിയ നോമ്പിൻ്റെ പകുതി ദിനങ്ങൾ, പാതി നോമ്പ് പിന്നിട്ടിരിക്കുകയാണ്. ജീവിത നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയാണല്ലോ വലിയ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മൾ നടത്തുന്നത്. 2 ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുമെന്ന് ഓർക്കുക എന്ന ഹൃദയസ്പർശിയായ ഈരടികൾ പാടിക്കൊണ്ടാണ് വിഭൂതി ദിനം നമ്മുടെ നെറ്റിയിൽ ചാരം പൂശി നോമ്പ് നമ്മൾ ആരംഭിച്ചത്. മണ്ണിൻ്റെ സ്വഭാവം നമുക്കുണ്ടാവുക. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, എന്ത് മണ്ണിലേക്ക് കൊടുത്താലും നമ്മൾ കൊടുക്കുന്നതല്ല നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ള വാഴയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫലവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ എന്തെല്ലാം വീട്ടിലെ വേസ്റ്റ് ഇടുന്നു, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ആ മരത്തിൻ്റെ ചുവട്ടിൽ, ആ വൃക്ഷത്തൈയുടെ ചുവട്ടിടാറുണ്ട്. പക്ഷെ തിരികെ തരുന്നത് നമ്മളിട്ട വേസ്റ്റ് അല്ല. വീട്ടിലെ കേടായ ഭക്ഷണവും മോശമായ സാധനങ്ങളും ഒക്കെ നമ്മൾ ചുവട്ടേക്ക് വലിച്ചെറിയുകയാണ്. പക്ഷേ വലിച്ചെറിഞ്ഞ മോശമായ സംഗതികളൊന്നുമല്ലല്ലോ ആ മണ്ണ് നമുക്ക് തിരികെ തരുന്നത്. ചിലപ്പോൾ ഒക്കെ ഈ മാങ്ങാപ്പഴത്തിൻ്റെയും ചക്കപ്പഴത്തിൻ്റെയും ഒക്കെ സമയമാണ്. നമ്മൾ അത്ഭുതപ്പെടും, ഈ മണ്ണിലാണല്ലോ ഈ മധുരം ഇത്രയും ദൈവം കരുതി വെച്ചിരുന്നത്. ആ പ്ലാവ് നമുക്ക് തരുന്നത്, ആ മാവ് നമുക്ക് തരുന്നത് രുചികരമായ, നമ്മുടെ നാവിൽ നമുക്ക് കൊതിയൂറുന്ന ആ ഫലങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വന്നു വീണാലും തിരികെ കൊടുക്കുന്നതെല്ലാം മധുരതരമായ ഫലങ്ങളായി മാറിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമല്ലേ. പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സഹോദരങ്ങളാവാം, പ്രിയപ്പെട്ടവരാകാം, ചില മുറിവുകൾ നമുക്ക് തരുന്നു, നമുക്ക് സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ തരുന്നു. തിരികെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഈ നോമ്പ് കാലത്ത് പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് വീണാലും, ആരെല്ലാം നമുക്കത് മോശമായ അനുഭവങ്ങൾ നമുക്ക് നൽകിയാലും, ഈ ഭൂമിയെപ്പോലെ നല്ല ഫലങ്ങൾ നമുക്ക് തിരികെ കൊടുക്കാം. നോമ്പിൻ്റെ വലിയ ചൈതന്യം അതാകട്ടെ. മറ്റുള്ളവർക്ക് തിരികെ കൊടുക്കുന്നതെല്ലാം നല്ല ഫലങ്ങളാണ്. ഞാൻ സ്വീകരിച്ച തിരസ്കൃതമായ അനുഭവങ്ങളായിരിക്കാം, കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളായിരിക്കാം, എന്നെ മോശമായിട്ട് ചിത്രീകരിച്ച അനുഭവങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ആ അനുഭവങ്ങളിലെല്ലാം തിരികെ കൊടുക്കുന്നതെല്ലാം മനോഹരമായ ഫലങ്ങൾ. 2ാമത്തെ ചിന്ത, ഈ നോമ്പുകാലത്തൊക്കെ നമ്മൾ വ്യക്തിബന്ധങ്ങളുടെ ഒരു ക്വാളിറ്റി വർദ്ധിക്കുക എന്നുള്ളതാണല്ലോ. പലപ്പോഴും നമ്മൾ ഈ ബന്ധങ്ങളുടെ മേഖലയിലൊക്കെയുള്ള ചെറിയ വീഴ്ചകൾ വെച്ചുകൊണ്ടൊരു ആത്മീയ ജീവിതം നമുക്ക് സാധ്യമല്ല. നമ്മളെക്കാൾ ശ്രേഷ്ഠനാണ് മറ്റുള്ളവരെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരോടും പൊറുക്കാനും ക്ഷമിക്കാനും പറ്റും. വീട്ടിൽ ഭാര്യയും ഭർത്താവും ആരാണ് വലുത് എന്ന് തർക്കം വരുമ്പോഴല്ലേ അവൻ്റെ ഈഗോ വരുന്നു. ചെറിയ കാര്യം വിട്ടുവീഴ്ച നടത്താൻ പറ്റിയാൽ നമുക്ക് പരസ്പരം മത്സരിക്കാം ചെറുതാകാൻ. ഒരു ശിശുവിനെ പോലെ ചെറുതാകുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതല്ലേ ഈശോ പറയുന്നത്. നോമ്പുകാലം ഇത്തരം ചില കാര്യങ്ങളിലേക്കുള്ള ചിന്ത പോവുകയാണെങ്കിൽ ചിലരോടൊക്കെയുള്ള നമ്മുടെ പ്രശ്നങ്ങൾ, അവരോട് മിണ്ടാൻ പറ്റുന്നില്ല, അവരോട് നമ്മുടെ ബന്ധങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. കാര്യം ഇത്രയേ ഉള്ളൂ, അവരെക്കാൾ നമ്മൾ വലുതാണെന്ന് കരുതുന്നത് കൊണ്ടല്ലേ നമുക്ക് ചെറുതാകാം. ഈശോ വന്ന് ശുശ്രൂഷിക്കാനല്ലേ, ശുശ്രൂഷിക്കപ്പെടാനായിരുന്നില്ലല്ലോ. ഈ മനോഭാവം നമുക്കുണ്ടാവട്ടെ. അപ്പോൾ നോമ്പിൽ 2 ചിന്തകളാണ് നമ്മളിന്ന് പങ്കുവച്ചത്. ഒന്ന്, മണ്ണിൻ്റെ സ്വഭാവം. ഈ മണ്ണിലേക്ക് മടങ്ങുന്ന നമുക്ക് മണ്ണിൻ്റെ സ്വഭാവമാവട്ടെ. എന്തെല്ലാം വന്ന് വീണാലും തിരിച്ചു കൊടുക്കുന്നതെല്ലാം നല്ല ഫലങ്ങൾ. മറ്റുള്ളവരെ നമുക്ക് വലുതായി കാണാം, അങ്ങോട്ട് പോയി സംസാരിക്കാം. എന്നേക്കാൾ വലുതാണ് എൻ്റെ അടുത്തിരിക്കുന്ന ആൾ, എൻ്റെ വീട്ടിലുള്ള ആൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ. ഈ 2 കാര്യങ്ങൾ കൊണ്ട് കുറച്ചും കൂടി നമ്മുടെ ഇന്നത്തെ ജീവിതം ഈ നോമ്പ് കാലത്ത് മനോഹരമാക്കാൻ സാധിക്കട്ടെ. കുരിശിലേക്ക് നോക്കി നമുക്ക് പ്രത്യാശയോടെ നടക്കാം.